ഇന്നേ ഒരു മുറി തേങ്ങ വെച്ചിട്ട് ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഒരു 4 മണി പലഹാരം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ തേങ്ങ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് കോൺഫ്ലോർ ഒന്ന് എടുത്തിട്ടുണ്ട്. അതേ അരക്കപ്പ് തന്നെ പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഏലക്ക കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ഏലക്ക കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. കോൺഫ്ലോർ പ്രത്യേകം ഒന്നും കലക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയിൽ കൂടെ തന്നെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരല്പം നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ തേങ്ങയുടെ ഒരു എണ്ണയും എല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നെയ്യ് വേണം എന്നില്ല. ഞാനൊരു 1.5 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകി വരട്ടെ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കാരണം കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നെയ്യൊക്കെ ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് തരി ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ്. തേങ്ങ ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഒരല്പം വെള്ളം കൂടെ വേണമെങ്കിൽ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇതൊന്ന് വെന്ത് വരണം. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും. കാരണം കോൺഫ്ലോറൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. നമ്മുടെ പാനിൽ നിന്നൊക്കെ വിടിയിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം. അല്പം നെയ്യ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ആവശ്യത്തിന് നെയ്യ് ഇതിലുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് നല്ലവണ്ണം തിക്കായതിന് ശേഷം ഒരല്പം നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം തിക്കായിട്ടുണ്ട്. അപ്പോൾ ഒരല്പം നെയ്യ് കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ നമ്മുടെ ആ പാനിൽ നിന്നെല്ലാം നല്ല വിടിവിച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഒരു പാത്രത്തിൽ നമ്മൾ ഒരല്പം നെയ്യൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊന്ന് മാറ്റാനാണ്. നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, പാനിൽ നിന്നൊക്കെ വിട്ട് നല്ലവണ്ണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ പരുവം ആവുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കാഷ്യൂ നട്ട്സാണ് എടുത്തത്. ഏത് വേണമെങ്കിലും ഇടാം. ബദാം എടുക്കാം, അതുപോലെ തന്നെ നിലക്കടല എടുക്കാം. എന്തിട്ടാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഈ തേങ്ങയുടെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റണം. ഹൽവ എന്ന് വേണമെങ്കിൽ പറയാം. ഹൽവ പോലെ ഒരു ഐറ്റമാണ്. ഞാനൊരു പാത്രത്തിൽ നെയ്യ് അല്പം തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ടൊന്ന് മാറ്റാം. എന്നിട്ട് ഇതൊന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് ഷേപ്പാക്കി വയ്ക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ഹൽവ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തു. കണ്ടോ. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ ഒന്ന് മാറ്റാം. ഒന്ന് കമിഴ്ത്തി തട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളകി വരും കേട്ടോ. കാരണം നെയ്യൊക്കെ തേച്ചത് കൊണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് ഹൽവ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നാലും കുറച്ചുകൂടെ അതിന് വേറൊരു ടേസ്റ്റാണ്. ഹൽവയുടെ കാട്ടിയും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.